നെഞ്ചത്തോട്ട് കയറ്റിപ്പിടുത്ത് കുട്ടാ മോനെ എന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് അവനോരോ അനക്കൂല. ഇപ്പോഴും മനസ്സിൽ എനിക്ക് വിട്ടുപോയിട്ടില്ല. എന്താ പറയാ, നമ്മുടെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. അവനെ പോയത് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താലും ഇപ്പം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓടടാ ഓടടാ എന്ന് പറയുന്നുണ്ട്. ഇവൻ ഓടിയൊന്നൊന്നും ഞാൻ കണ്ടില്ല. എന്റെ മേത്തൂടെ പോയി പിന്നെയും തിരിച്ചാൻ അതേപോലെ മേത്തൂടെ കയറി വന്ന് ഇവന്റെ ഒരു ശബ്ദവും കേട്ടില്ല, ഒന്നും കേട്ടില്ല. ഇതെല്ലാം നിമിഷം നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. എനിക്ക് എഴുന്നേക്കാൻ മേലാണ്ട് നെച്ചിനെ കാണുന്നില്ലല്ലോ. ഞാൻ നേരങ്ങി ചെല്ലുമ്പോ നല്ല റോട്ടില്ല. ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടുകാരെ പോലെ എൻ്റെ കൂടെ വന്ന് കിടക്കും. പിന്നെ അപ്പാന്നാ വിളിക്കുന്നത്. ഭയങ്കര ഞാനിങ്ങനെ എന്റെ മനസ്സ് പിടിച്ചു നിർത്തുകയാണ്. ഇങ്ങനെ ഞങ്ങൾ എന്നോട് സ്ഥിരം നടക്കുന്ന സ്ഥലമല്ലേ. പക്ഷെ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് പെട്ടെന്നായിരുന്നു. അവിടെ ആന ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ഞങ്ങൾ കണ്ടില്ല. ആന മുന്നിൽ പെട്ടുപോയി. പാലക്കാട് മുണ്ടൂർ കാട്ടാന ആക്രമണത്തിൽ അലൻ മരണപ്പെട്ട സംഭവം എല്ലാവർക്കും അറിയാം. ആ ഒരു ടൈമിൽ അലനോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഇപ്പോഴും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അമ്മയോട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാമെന്ന് കരുതുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് അന്ന് എന്താ നടന്നതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? എന്താന്ന് ശരിക്കും നടന്നേ? ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു. ഞങ്ങളുടെ പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഇവൻ വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങൾ മോളുടെ അവിടേക്ക് പോയതാണ്. ഞങ്ങൾ മോളുടെ അവിടേക്ക് പോയിട്ട് ഇവൻ എന്നെയും കൊണ്ട് കാറിൽ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകും. അവിടെ എല്ലാം കൊണ്ടുപോയി നടന്നു. എന്നിട്ട് ഞങ്ങൾ രാത്രിയായി. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആയതുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് അവൾക്ക് ഇന്ന് ഇപ്പോൾ പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരണം എന്നൊരു ആഗ്രഹം. വീട്ടിലോട്ട് പോരണം. അവൻ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. വീട്ടിൽ നിന്നിട്ടില്ല അവൻ. കാരണം പെങ്ങളുടെ വീട്ടിൽ അവൻ കിടന്നതൊക്കെ. അത് ഞങ്ങൾ നടന്നു വന്ന് ഞങ്ങൾ ഉറക്ക വർത്താനം പറഞ്ഞിട്ടായി വരുന്നത്. ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ കടയിൽ കയറി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അതിലൂടെ നടന്നു വരിക. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇടിവാൾ നന്നായി മിന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ലൈറ്റില്ല. മൊബൈലിന്റെ വെട്ടത്തിലാണ് ഞങ്ങൾ വരുന്നത്. അത്ര ഇരുട്ടെന്ന് പറയാൻ അല്ല, അത്ര രാത്രി എന്ന് പറയാനൊന്നുമല്ല. ഒരു 7:20 ആയി കാണുള്ളൂ. അപ്പൊ പെട്ടെന്നാണ് ഈ ആന മുന്നിൽ വന്ന് നിന്നത്. ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ മുന്നിൽ പെട്ടുപോയി. എൻ്റെ മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് നടന്നു വന്നത്. പെട്ടെന്ന് ആന ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ ആന എന്ന് പറഞ്ഞ് ഞാൻ ഈ ആനേനെ കണ്ട് പുറകോട്ട് ഓടിയിട്ട് ഞാൻ വീണു. എനിക്ക് ഓടാൻ പറ്റിയില്ല. ചെരുപ്പ് തന്നെ ഞാൻ പേടിച്ചു പോയില്ല. വലിയ ആനയാണ് ഞാൻ വീണപ്പോഴത്തേക്ക് ആന എൻ്റെ പുറത്തുകൂടെ കയറി പോന്നു. അപ്പം എൻ്റെ ബോധമൊന്നും പോയില്ല. അപ്പം ഞാൻ കാണുന്നുണ്ട് കൊച്ചവിടെ നിൽപ്പുണ്ട്. ഞാൻ പറയുന്നുണ്ട് കുട്ടാ ഓടടാ. ഞങ്ങൾ അവനെ കുട്ടാന്ന് വിളിക്കുന്നത്. കുട്ടാ ഓടടാ എന്ന് പറയുന്നുണ്ട്. ഇവൻ ഓടിയൊന്നൊന്നും ഞാൻ കണ്ടില്ല. എൻ്റെ മേത്തൂടെ പോയി പിന്നെയും തിരിച്ചാൻ അതേപോലെ മേത്തൂടെ കയറി വന്ന് പിന്നെ എന്താ ചെയ്തെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ അലറിക്കരയുന്നുണ്ട്. ബോധം വീടില്ല. ഇവന്റെ ഒരു ശബ്ദവും കേട്ടില്ല, ഒന്നും കേട്ടില്ല. ഇതെല്ലാം നിമിഷം നേരം കൊണ്ട് 2 സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞ് അത് പോയി. ഞാനൊക്കെ എഴുന്നേക്കാൻ മേലല്ലോ. എന്നെ ഒരു കുറ്റിക്കാട്ടിലോട്ടാണ് ഇത് ആക്കിയിട്ടത്. എനിക്ക് എഴുന്നേക്കാൻ മേലാണ്ട് ഞാൻ നോക്കുമ്പോൾ കൊച്ചിനെ കാണുന്നില്ലല്ലോ. ഞാൻ നേരങ്ങി ചെല്ലുമ്പോൾ നല്ല റോട്ടില. ഞാൻ കുറ്റിക്കാട്ടില്ല, നല്ല റോട്ടിലാണ് കിടക്കുന്നത്. ഒന്നുമില്ല. അതായത് വേറെ എന്നെ പോലെ ഇതൊന്നും അവനെ കാണുന്നില്ല. ഒരു അപകടം പറ്റിയൊന്നും കാണുന്നില്ല. ഞാൻ നിരങ്ങി ചെന്ന് ഞാൻ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ കുട്ടാന്നിങ്ങനെ വിളിച്ചപ്പോൾ ഇവനൊരു അനക്കോയില്ല. ഞാനിവനെ എൻ്റെ നെഞ്ചത്തോട്ട് കയറ്റിപ്പിടുത്ത് കുട്ടാ മോനെ എന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് അവനോരോ അനക്കൂല. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ ഫോണിന്റെ വെട്ടം കിടക്കുന്നത് കാണുന്നത്. തെറിച്ച് തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുക. എനിക്ക് എഴുന്നേക്കാമല്ലോ. അവനെ അവിടെ തന്നെ ഇട്ടേച്ച് ഞാൻ നിരങ്ങി ചെന്ന് ഫോൺ എടുത്തിട്ട് മോളുടെ നമ്പർ ആദ്യമേ കണ്ടത് അതിൻ്റെ അകത്ത് കെട്ടിക്കുന്നത്. അതിൽ ഞാൻ മോളെ വിളിച്ചു പറഞ്ഞു, മോനെ അമ്മേനെയും കുട്ടനെ ആന ചവിട്ടി കൊച്ചു പിണ്ടുന്നില്ലടീ എന്ന് വിളിച്ചു കാറി പറഞ്ഞു. കുറേ സമയം ഞാൻ കിടന്ന് കാറുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല. ഇരുട്ടല്ലേ. എല്ലാവർക്കും പേടിയും കാണും. ഇവളങ്ങനെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഓടി വരുന്നതൊക്കെ.
എന്റെ വിചാരം ഇവന് മയങ്ങി പോയി കിടക്കുവാന്നാ ഞാൻ വിചാരിച്ചു. ഇവൻ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. എനിക്ക് എഴുന്നേക്കാൻ എന്റെ ചെവിയൊന്നും പോയത് ഞാൻ അറിഞ്ഞില്ല. ഒന്നും അറിയില്ല. ആൾക്കാരപ്പോഴത്തേക്ക് ഓടി വന്ന് ഞങ്ങളെ വണ്ടി കയറ്റിപ്പോയി. കാരണം ഞങ്ങളെല്ലാം സ്ഥിരം നടക്കുന്ന സ്ഥലമല്ലേ. പക്ഷെ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് പെട്ടെന്നായിരുന്നു. അവിടെ ആന ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ഞങ്ങൾ കണ്ടില്ല. ആന മുന്നിൽ പെട്ടുപോയി. തൊട്ടടുത്ത് വന്നപ്പോഴാ കണ്ടതല്ലേ? മുന്നിൽ വന്ന് പെട്ടു. മുന്നിൽ ഞാൻ വന്ന് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് പേടിച്ചു. തിരിഞ്ഞ് ഞാൻ ഓടിയപ്പോൾ ഓടാൻ പറ്റാതെ ഇവനെ അല്ലാതെ ആക്രമിച്ച എന്നെ. ഇനി എന്നെ ആക്രമിച്ച കണ്ടപ്പോഴത്തേക്ക് ഇവനോട് ഓടാൻ പറയുമ്പോൾ ഇവൻ ഓടുവോ? ഇല്ല. അതാണ് സംഭവം. അമ്മയെ ഉപദ്രവിക്കുന്നു കണ്ടുകൊണ്ട് അലൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലല്ലേ? അവനും ഇല്ല. ഞാൻ നോക്കുമ്പോ നിക്കുന്ന കാണുന്നത് പിന്നെയാണല്ലോ. പിന്നെ ഒന്നും എന്റെ മേത്തോട് ചവിട്ടി കയറിപ്പോയി. പിന്നെ ഈ താൻ അതേപോലെ തിരിച്ച് പിന്നെയും വന്നു. അപ്പോഴെങ്ങനെയായിരിക്കും കൊച്ചിനെ ഉപദ്രവിച്ചത്? അപ്പോഴായിരിക്കും അലനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അമ്മ അറിയുന്നുണ്ടായിരുന്നോ അലൻ? ഒരു ശബ്ദവും ഇല്ല അവന്റെ. ഒരു അമ്മേന്നൊരു കരച്ചിലോ ഒരു നിലവിളി ഒന്നുമില്ല. ഞാൻ ചെല്ലുമ്പോ ചിരിച്ചു കിടക്കുന്നു, മൂല കിടക്കുക. എന്റെ വിചാരം എന്റെ ബോധം പോയതാന്ന്. ഞാനെ കണ്ട് പേടിച്ച് എന്റെ ബോധം പോയേ ഇല്ല. എല്ലാവർക്കും അതിശയം. ഞാൻ ബോധം പോവാതെ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചതൊക്കെ എല്ലാവരും പറയാ ഭയങ്കര അതിശയായപ്പോ. അമ്മയ്ക്ക് ആ ഒരു സമയത്ത് നിരങ്ങി ആ ഫോൺ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ വേദന അറിയാം അങ്ങനെ ഒന്നും വേദന അറിഞ്ഞ എനിക്ക് എഴുന്നേക്കാൻ മേലല്ലോ. ഞാൻ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ നിരങ്ങിയാണ് ഞാൻ ചെല്ലുന്നത്. ചെന്ന കൊച്ചിനെ എടുക്കുന്നത്. കൊച്ചിന്റെ അടുത്ത് ചെന്ന് എനിക്ക് എടുക്കാൻ മേലല്ലോ ഇവനെ. തല ചൊന്ന് എന്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കും. ഇവനെ ഞാൻ മൊത്തം ഇങ്ങനെ നോക്കുന്നുണ്ട്. എങ്ങനെ തലോട് അവന് മൊത്തം. പക്ഷെ എനിക്കൊന്നും അറിയുന്നില്ല. അങ്ങനെ ഉപദ്രവം കിട്ടിയതായിട്ടൊന്നും അമ്മയ്ക്ക് തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബ്ലഡ് വരുന്നത് ഞാൻ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് കാണുന്നത്. അപ്പോഴാ ഞാൻ വേഗം ഫോണ് കാണുന്നത്. ഫോണിന് അപ്പോഴാ എനിക്ക് ഓർമ്മ നോക്കിയോ ഫോണിൽ വിളിക്കാലോ ഒന്ന് ഓടിച്ചെന്നാ ഞാൻ വിളിക്കാം. ഉടനെ തന്നെ ആൾക്കാരെത്തിയോ? കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആൾക്കാർ എത്തിയത്. എല്ലാവർക്കും പേടിയുണ്ടല്ലോ. ആനയല്ലേ ഇവര്. ആൾക്കാർ വരുമ്പോ ആനയുടെ ഭയങ്കര മണമായിരുന്നെന്നാ പറയുന്നത്. പക്ഷെ എല്ലാവരും ഓടി എത്തി. കാറി കൂകി എല്ലാവരും. ഞാൻ അവിടെ കിടന്ന് കാറുന്നുണ്ട്, അലറുന്നുണ്ട്. പക്ഷെ കേക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ അവിടെ. ആൾക്കാർ വരുമ്പോഴും അമ്മയ്ക്ക് ബോധം ഉണ്ടായിരുന്നല്ലേ? ഞാൻ എല്ലാവരും കാറി കടന്നു. പക്ഷെ എനിക്ക് ഈ സംഭവിച്ചത് എന്നതാണെന്നൊന്നും, അതായത് എന്റെ ചെവി പോയതോ ഒന്നും എനിക്ക് അറിയുന്നില്ലായിരുന്നു. പക്ഷെ എല്ല് പൊട്ടിയത് എനിക്ക് അറിയാതെ. എന്താ വെച്ചാൽ ഞാൻ ചവിട്ടിപ്പോ തന്നെ കിറുന്നുള്ള ശബ്ദം എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പിന്നെ അമ്മ എപ്പോഴാ അറിഞ്ഞ അലന്റെ കാര്യം? എപ്പോഴാ അറിയുന്നത്? ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ല. വേഗം എന്നെയല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ അവരോട് ചോദിക്കുമ്പോ അവരെന്നോട് പറയുന്നു കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ വിചാരം അത് തന്നെ, അവൻ മയങ്ങി കിടക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന. ഒന്നും പറഞ്ഞില്ല. തിങ്കളാഴ്ച പറഞ്ഞില്ല. തിങ്കളാഴ്ച ഒരു വൈകുന്നേരം ആയപ്പോഴാ എന്നോട് പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 2 ദിവസം അവൻ ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ചുരിദാർ വെച്ചാൽ അവൻ്റെ അപ്പയ്ക്കൊരു ഷർട്ട്. ഞാൻ ആ ചുരിദാറൊക്കെ ഇട്ടാ ഞങ്ങൾ വന്നത്. അന്നത്തെ ദിവസം ഒക്കെ അവൻ മേടിച്ചു തന്നു. അവന് ഭയങ്കര ധൈര്യമായിരുന്നു. ഭയങ്കര ധൈര്യം. അമ്മയുടെ ആ ഒരു പരിക്കുകൊണ്ട് തന്നെ നമുക്ക് അധികം ചോദ്യങ്ങളൊന്നും അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛനോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാമെന്ന് കരുതുന്നു. അച്ഛൻ ഈ ഒരു അപകടം വരെ എപ്പോഴാണ് അറിയുന്നത്? ഞാൻ അറിയുന്ന ഒരു 7:45. അപകടം നടന്ന ഉടനെ തന്നെ അറിഞ്ഞു? 7:45 8 മണിക്കുള്ളിലാണ് ഞാൻ അറിയുന്നത്. ഞാൻ വീട്ടിലുണ്ടായിരുന്നേ. ഞാൻ ഉച്ച കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയിട്ട് അപ്പോൾ പിള്ളേർ പറഞ്ഞു അച്ഛനും കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനില്ല, അപ്പം നിങ്ങൾ പോയിട്ട് വാ, നേരത്തെ വരണമെന്നൊക്കെ പറഞ്ഞ് അവരെ വിട്ടാക്കിയതാണ്. വിട്ടിട്ട് അവർ പോയി. പിന്നെ ഒരു 6 മണി വരെയൊക്കെ ഞാൻ വീട്ടിലിങ്ങനെ കസേരയിരിക്കായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാനൊരു ഹാപ്പി പേഴ്സൻ്റാണ്, സൂല. അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, എൻ്റെ വെറുതെ ഒന്ന് കിടന്നതാണ്. അവിടെ കിടന്ന് ഫാനൊക്കെ ഇട്ട് വീട്ടിൽ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഈ കറണ്ടും പോയി. ഈ മഴ പെയ്ത സമയത്തൊക്കെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഒരു 7:45 8 മണിക്കുള്ളിൽ ഈ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. സംഭവം ഇന്നപോലെ ഒരു
ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ആനയാണെന്നൊന്നും പറഞ്ഞില്ല. ഇന്ന ആളല്ലേ ചോദിച്ചാൽ ജോസഫ് അല്ലേ എന്ന് ചോദിച്ചാൽ അതെ സാറേ എന്താ പ്രശ്നം. അപ്പം അവർ പറഞ്ഞു ഇന്നൊരു ചെറിയൊരു അമ്മയ്ക്കും മോനും ഒരു ആക്സിഡന്റ് അച്ഛന് സംഭവിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക, കുഴപ്പമൊന്നുമില്ല, നീ വരാൻ പറഞ്ഞു. പിന്നെ അവരെന്നെ അവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവരായിരുന്നു. അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പിന്നെ മരുമോൻ്റെ വീട്ടിലേക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എന്താ സംഭവിച്ചതൊന്നും അവരും പറഞ്ഞു ഇതുപോലെ മോൻ ഹോസ്പിറ്റലിലവിടെ കുഴപ്പമൊന്നുമില്ല, അവളെ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുക, എല്ലാം എന്തോ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ആന ആക്രമിച്ചെന്നുള്ള കാര്യം അറിയുന്നില്ല. ആ സമയത്തൊന്നും ആന അങ്ങനെ അവിടെ വരാറില്ലല്ലോ, നമുക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. ആ സമയത്ത് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ ഇവരെ അന്വേഷിച്ച് ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഇവരെ കൂട്ടിക്കൊണ്ട് വരാറാണ് പതിവ്. ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയത് കൊണ്ട് പിന്നെ എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ഈ രാവിലെ പിന്നെ അവരുടെ ഈ മരുമാൻ്റെ വീട്ടുകാർ പറയുമ്പോഴാണ് സംഭവം ഇങ്ങനെ അറിയുന്നത്. അത്രയും ആ ഒരു ബഹളം ഒന്നും നടന്നിട്ടും കേട്ടിട്ടും ഉണ്ടായില്ല അല്ലേ? ഇല്ലല്ല, ബഹളമൊന്നും ഞാൻ ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏരിയ അവിടെ ഒന്നും ബഹളം വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് അധികം അങ്ങനെ ഒച്ചത്തിൽ കേൾക്കത്തില്ല. പക്ഷെ എന്നാ അടുത്ത് തന്നെയാണ്, അടുത്ത ചുറ്റും മറ്റേ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ അല്ലേ. അപ്പൊ പെട്ടെന്നൊരു അലറിവിളി നമ്മൾ കേട്ടില്ല. ഈ ഒരു അപകടം നടക്കുന്നതിന് അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ ആനയുടെ ഒരു സാന്നിധ്യം 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. എന്റെ മോൻ അന്ന് വന്നതിന്റെ അന്ന് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ വന്നപ്പം പള്ളി കഴിഞ്ഞ് നോക്കുമ്പോ ആന അപ്പുറത്ത് നിൽക്കുന്നതായിട്ട് പകല് 2-3 എണ്ണം നിൽക്കുന്നത് അവൻ കണ്ടു. അപ്പൊ അവൻ പറഞ്ഞു, പിന്നെ ഞങ്ങളോട് പറഞ്ഞു അതെ ആന നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോ 3 ആനയുണ്ട്. അതങ്ങനെ മുകളിലേക്ക് കാട്ടിലേക്ക് കയറി പോകുന്ന അടുത്തായിട്ട് പോകുന്ന ഞങ്ങൾ കണ്ടതാ. അത് കഴിഞ്ഞാണ് ഇവര് മോളുടെ അടുത്തേക്ക് പോകുന്നത്. ഒരു 10-12 ആയപ്പോൾ ഇവര് പോയത്. പക്ഷെ ഈ ഒരു വഴിയിലേക്ക് അങ്ങനെ ഇറങ്ങുന്ന തരത്തിലൊന്നും വഴിയിൽ ഇറങ്ങുന്ന ആ സമയത്ത് വഴിയിൽ ഇറങ്ങും. അത് രാത്രി ഒരു 1 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ പുലർച്ചെ സമയത്തൊക്കെ ചില വഴി കൂടെ ഒക്കെ ഇറങ്ങാറുണ്ട്. പക്ഷെ ഈ സമയത്ത് 7 മണിക്കൊക്കെ ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു, ഒരു പ്രതീക്ഷിക്കാത്തൊരു ഇതിലായിരുന്നു. അച്ഛനെ മരണവിവരം അറിയിച്ചപ്പോ അച്ഛന്റെ ഒരു മാനസികാവസ്ഥ. അച്ഛനാകുമ്പം നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ അതിന്റെ ഫീലിങ്സ് ഉണ്ടെന്ന്. ഇപ്പോഴും മനസ്സിൽ എനിക്ക് വിട്ടുപോയിട്ടില്ല. പക്ഷെ നമ്മള് അത് എന്താ പറയാ, നമ്മുടെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, അവനെ പോയത്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താലും ഇപ്പം തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അവന്റെ ആയുസ് അത്രയോളൊന്നും ഞങ്ങള് പ്രതീക്ഷ. ഇവിടെ ഇപ്പം അമ്മയുടെ കൂടെ അച്ഛനാണോ കൂട്ട് നിൽക്കുന്നുണ്ട്? ഞാൻ പിന്നെ അലന്റെ സവോളയെല്ലാം പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ഉള്ള കൂടെ അങ്ങനെ ഹോസ്പിറ്റലിലെ ശുശ്രൂഷയായിട്ട് അങ്ങനെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ ആരാ പിന്നെ വേറെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ട്. അവളുടെ വീട് ഇവിടെ അടുത്താ. ഇവിടെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. പൂമുല എന്ന് പറയും. അവിടെ നിന്ന് എല്ലാരും വരും, പകലൊക്കെ വന്ന് നോക്കും. പിന്നെ എന്റെ പെങ്ങളുണ്ട്. ഞങ്ങളാ ഇപ്പൊ നിക്കുന്നത്. തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് പോയി താമസിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? തിരിച്ച് നമുക്കവിടെ ഇത് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോറസ്റ്റുകാര് പറയുന്നത് ഇപ്പൊ അവിടുന്ന് എല്ലാവരും മാറി താമസിക്കണമെന്ന് ഇപ്പൊ അവര് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ അവര് മാറി താമസിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഇപ്പം അങ്ങനെ പോകാൻ പറ്റുമല്ലോ. എല്ലാം അവിടെയുള്ള ഭാഗങ്ങളിലുള്ള എല്ലാവരും കൂലിപ്പണിക്കാര പാവങ്ങളല്ലേ. അപ്പം ഉടനെ ഒന്നും അവിടുന്ന് മാറി താമസിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഫോറസ്റ്റുകാർ ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യാന്ന് പറയുന്നുണ്ടോ? പുനരധിവാസത്തിന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ പാലക്കാട് പോയി അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പുനരധിവാസം ഞങ്ങൾക്ക് വേണം. ഇനി ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ആനയുടെ ഈ പുലി എല്ലാ മൃഗങ്ങളും ഏകദേശമൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഇനി താമസിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലെന്നാണ്. അച്ഛൻ ഏകദേശം എത്ര വർഷം മുമ്പ് അവിടെ താമസം തുടങ്ങി? ഞങ്ങളിപ്പോ അവിടെ താമസിക്കുന്നത് അവിടെ 44 വർഷമായി. ഇന്ന് വരെ ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി ഇങ്ങനെ അപകടം നടന്നിട്ടുണ്ട്. നമ്മുടെ ആ ഭാഗത്ത് ആദ്യമായിട്ടായത്. ആന ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 10-15 വർഷം മുമ്പേ ഇറങ്ങാൻ തുടങ്ങിയതാ. അതെ, അതിനു മുമ്പ് അച്ഛനൊക്കെ ഇവിടെ താമസമാകുന്ന സമയത്ത് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇതുപോലെ കൂട്ടാനകളൊന്നും വരാറില്ല. ഇനി റോഡിലേക്കൊന്നും അങ്ങനെ വരാറേ ഇല്ല. അതങ്ങനെ ഫോറസ്റ്റ് കൂടെ അങ്ങോട്ട് പോവുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റുകാരുടെ ഒരു അനാസ്ഥ ഒരു മുഖ്യ ഘടകമായിട്ട് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു അപകടത്തിന്?
നാശം എന്ന് പറഞ്ഞാൽ അവര് വിളിച്ചു പറയുമ്പോൾ വരും. മറ്റേ അവര് വണ്ടി ഉണ്ടല്ലോ, ഒരു 5-6 പേര് വിളിച്ചു പറയുമ്പോൾ വരും. ഇതേപോലെ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. ഞങ്ങള് രാത്രി ഇറങ്ങുമ്പോൾ സമയത്തൊക്കെ വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ട്, അവര് വരും. രാത്രി കാലങ്ങളിൽ അവർ ആനയെ ടോർച്ച് വിളിച്ച് ലൈറ്റ് വെട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പടക്കം പൊട്ടിച്ച് ഓടിക്കാറാ പതിവ്. പിന്നെ അതൊക്കെ വലിയ എന്ന് പറയാൻ ഇല്ല. അന്നത്തെ ദിവസം ഈ ആന ഇറങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, അന്ന് ആന ഇറങ്ങിയിട്ടുണ്ടെന്നൊന്നും വന്നിട്ടില്ല. ആന ഞങ്ങള് കണ്ടു ആനെ. അതുകൊണ്ട് പുറത്തൊന്നും ആരും ഒരു അറിയിപ്പെന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. ആന ഞങ്ങള് കണ്ടതാണല്ലോ പകല്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇതുപോലെ ആന അങ്ങോട്ട് ഫോറസ്റ്റിലേക്ക് കാട്ടിലേക്ക് കയറി പോകുന്ന ഞങ്ങള് വിചാരിച്ചത്. ഇത് റോഡിലേക്ക് ആ സമയത്ത് ഇറങ്ങി വന്ന. അലൻ കൊല്ലത്തെ ജോലി റിസൈൻ ചെയ്തിട്ടായിരുന്നല്ലോ വന്നേ. കുറച്ച് നാള് വീട്ടിൽ നിൽക്കാന്നുള്ള രീതിയിൽ. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു സുഖമില്ലാത്ത പേഷ്യന്റ് ആണ്. ഈ ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അച്ഛന് ഏകദേശം 3 അറ്റാക്കോളം കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഞാനും മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന ആളാ. പിന്നെ അത്യാവശ്യം പണിക്കൊക്കെ പോവും. പിന്നെ അവനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അത്താണി. പിന്നെ അമ്മയ്ക്ക് സുഖമില്ല, ഇനി അമ്മയെ വന്ന് നോക്കണം, ഇനി ഞാൻ പോകുന്നില്ല, ഇനി എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കണം എന്നൊക്കെ ആയിരുന്നു അവന്റെ ആഗ്രഹം. ഇനി വീട്ടിൽ നിൽക്കണം എന്നുള്ള പ്ലാൻ ആയിരുന്നു. വീട്ടിൽ അച്ഛനെ അമ്മയെ നോക്കി അങ്ങനെ കഴിയാനായിരുന്നു അവന്റെ ഏറ്റവും വലിയ മോഹം. പോന്നും വെഡിങ്, അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. അതിന് ഡ്രസ്സൊക്കെ എടുത്ത് തരുവേ. ആ ഡ്രസ്സ് അവന് ഇവിടെ വന്നിട്ട് മോളുടെ അവിടെ വന്നു. വീട്ടിലേക്കല്ല വന്നു, ഞങ്ങള് മോളുടെ അവിടെ ആയിരുന്നു. അപ്പൊ അവനൊരു 6 മണിയായപ്പം ആള് കൊല്ലത്തുനിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ഞങ്ങള് ഭയങ്കര ഹാപ്പിയിലാ പോയത്. പിറ്റേ ദിവസം രാവിലെ അവൻ പിന്നെ ടൗണിൽ പോയി ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്ന് അങ്ങനെ. ആനും അലനും കൂടെ ഒരു ഭയങ്കര ഒരു അവര് ഭയങ്കര ഫ്രണ്ട്സുകളായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. ഒരു ആങ്ങളെയും പെങ്ങളായിരുന്നു. ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങള് 4 പേരും അങ്ങനെയായിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര ഒരു കൂട്ടുകാരെ പോലെ എൻ്റെ കൂടെ വന്ന് കിടക്കും. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, രാത്രിയിലൊക്കെ ഒന്ന് എൻ്റെ കൂടെ കട്ടിലൊക്കെ വന്ന് കിടക്കും, സംസാരിക്കും. പിന്നെ അപ്പാന്നാ വിളിക്കുന്നത്. ഭയങ്കര അച്ഛനെ ഈ ഒരു അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അതാണ് നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. പക്ഷെ എങ്ങനെ? ഞാനിങ്ങനെ എന്റെ മനസ്സ് പിടിച്ചു നിർത്തുകയാണ്. ഇനിയെങ്കിലും അവിടുത്തെ നാട്ടുകാരുടെ ഒരു ദുരിതത്തിനൊരു ഇതോടുകൂടി ഒരു അവസാനം. നാട്ടുകാർക്ക് എല്ലാരും നല്ല സപ്പോർട്ടൊക്കെയാണ്. നല്ല നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. നല്ല ആൾക്കാരാണ് അവരൊക്കെ. നല്ല നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആ ഏരിയയിലുള്ള ഏകദേശം ഒരു 8-9 വീട് ഉണ്ട്. അത് നമ്മൾ പുതിയ അധിവാസത്തിന് കൊടുത്തിട്ട് നല്ല എവിടെയെങ്കിലും ആ മുണ്ടൂർ പഞ്ചായത്തിൽ ഗ്രാമത്തിൽ തന്നെ എവിടെയെങ്കിലും ഞങ്ങൾക്കൊരു വീട് സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് സർക്കാർ ഒരുക്കി തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ ഈ ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വനത്തില് അതിനൊന്നും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് നാട്ടിലേക്ക് ഇറങ്ങുന്നതല്ലേ. മറ്റേ അത് ഈ ഫോറസ്റ്റിന്റെ ഈ വനം എന്ന് പറഞ്ഞിട്ട് ഈ ആനകൾക്ക് എന്തെങ്കിലും അവിടെ ഈ വനത്തിൽ എന്തെങ്കിലും അവർക്കൊരു സുരക്ഷിതത ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ സർക്കാർ ഇപ്പം പലയിടങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. മലകളിലൊക്കെ കുളമെല്ലാം കുത്തിയിട്ട് വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് അങ്ങനെ ആനകളെയൊക്കെ സേവ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. നിലമ്പൂർ ഭാഗത്തൊക്കെ അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ വലിയ കുളങ്ങളൊക്കെ കെട്ടിയിട്ട് ആനകൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആനയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ പ്ലാവും അതുപോലെ ഈ ചക്ക ഉണ്ടാകുന്ന ഇതൊക്കെ അതൊക്കെ ഈ വനത്തിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പൊ അത് വളരുമ്പോ അതില് ഉണ്ടാകുമ്പോ അത് അവിടെ ആന തിന്നുമല്ലോ. ഒരു പരിധി വരെ ഒരു അപകടം കുറയ്ക്കാൻ. അതെ, പിന്നെ മനുഷ്യന്മാര് പോയി അത് എടുക്കുകയല്ലോ. ആനകൾക്ക് അവിടെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിങ്ങനെ ഈ വെള്ളം കുടിക്കാനും ഈ വനത്തില് ഭക്ഷണമില്ലാത്ത സാഹചര്യത്തിലായിരിക്കും അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. സാധാരണ അങ്ങനെ മൃഗങ്ങൾ അങ്ങനെയാണ്. ഞാനൊക്കെ 3-4 പ്രാവശ്യം ആനയുടെ മുന്നിൽ പെട്ടതാ. അത് മുന്നിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മുന്നിലല്ലേ, ഏകദേശം ഒരു 50 മീറ്റർ അകലെയൊക്കെ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ രാത്രി പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് എങ്ങനെയാ
ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ അകലെന്നല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ രക്ഷപ്പെട്ട് കണ്ണിപ്പെടാതിരിക്കാതെ ഒരു കാട്ടിനുള്ളിൽ കൂടെ അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിനകത്തൂടെ കയറി ഇതിനേൽ വീടെത്തും. ആന അവിടെ നിൽക്കുന്നുണ്ടാവും. 2-3 ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പം അച്ഛനെ സംഭവിച്ചതാണെങ്കിലും ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് നടന്നത്. ഇതെങ്ങനെ തരണം ചെയ്തു വരും എന്നുള്ളതും ആ ഒരു മനസ്സിന്റെ ശക്തി എത്രത്തോളം അച്ഛനെ സഹായിക്കും എന്നുള്ളതും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അച്ഛന് വേറെ നിവൃത്തിയില്ല, വൈഫിനെ നോക്കണം, അച്ഛനും വയ്യാതിരിക്കുകയാണ്, ആകെ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു തുണയാണ് നഷ്ടപ്പെട്ടത്. ഇതൊക്കെ ആ ഒരു മനസ്സിന്റെ വിഷമമൊക്കെ മാറി അച്ഛൻ എത്രയും പെട്ടെന്ന് ഓക്കെ ആവട്ടെ, എല്ലാ രീതിയിലുള്ള സഹായമൊക്കെ ലഭിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ മോള് പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങളെന്നൊക്കെ ആൻമേരി പറഞ്ഞിട്ടുണ്ട്. അവള് നോക്കും, ഞങ്ങളെ നോക്കാതിരിക്കത്തില്ല.